വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 8ാം ദിവസത്തിലേക്ക്. ഓണറേറിയമായി 13,000 രൂപ നൽകുന്നുണ്ടെന്ന സർക്കാർ വാദം നുണയാണെന്ന് സമരക്കാർ ആരോപിക്കുന്നു. വിവിധ മാനദണ്ഡ പ്രകാരം ലഭിക്കുന്ന ഓണറേറിയം പലപ്പോഴും 7,000 രൂപയിൽ താഴെയാണ് ഉണ്ടാവുക എന്നും സമരക്കാർ പറയുന്നു. സംസ്ഥാനത്തെ ആശാവർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 8 ദിവസം പിന്നിടുകയാണ്. രാപ്പകൽ സമരം 8ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാർ സമരക്കാരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അത് വിജയത്തിലെത്തിയില്ല, ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയില്ല. സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ജെനുവിനാണെന്ന് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിക്കുമ്പോഴും ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനോ പരിഹരിക്കാനോ സർക്കാരിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം ആശാ വർക്കർമാരെ, സമരക്കാരെ അപമാനിക്കുന്ന തരത്തിലായിട്ടാണ് എന്നുള്ള രീതിയിൽ വലിയ ഗുരുതരമായ ആരോപണം ധനമന്ത്രിക്കെതിരെയും സമരക്കാർ ഉയർത്തുകയുണ്ടായി. ഏതായാലും ഓണറേറിയം അടക്കം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ സർക്കാർ നൽകിയ ഒരു വിശദീകരണത്തിൽ പ്രധാനമായും പറയുന്നത് 7,000 രൂപയാണ് ഓണറേറിയം എന്ന വിശദീകരണം തെറ്റാണ്. 13,000 രൂപയാണ് ഈ ഓണറേറിയമായി നൽകുന്നത് എന്നുള്ളതാണ്. അത് തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്നുള്ളതാണ്. 13,000 രൂപ ഞങ്ങൾക്ക് പ്രതിമാസം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഈ സമരപ്പന്തലിൽ ഈ ചൂടത്തും വെയിലത്തും വന്നിരിക്കൂ? ഇല്ല. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഈ വക കള്ളത്തരങ്ങളെ പൊളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾക്കൊപ്പം അരമണിക്കൂർ ചെലവഴിക്കാൻ. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ മാനദണ്ഡം തന്നിട്ടുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന BCGക്ക് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഇല്ല. 1.5 മാസം, 2.5 മാസം, 3.5 മാസം. അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 9ാം മാസത്തിനും 10നും ഇടയിലാണ് ഒരു കുത്തിവെപ്പ് വരുന്നത്. അത് എല്ലാ വർഷവും ഓരോ കുട്ടികൾ കാണൂ? എല്ലാ പ്രാവശ്യവും കാണത്തില്ല. ഇന്ന് ഒരു ഗർഭിണി, ഇന്ന് എനിക്ക് 4 ഗർഭിണിയുണ്ട്. ആ 4 ഗർഭിണിയിൽ 3 പേരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കതിന് ഈ സർക്കാർ പറയുന്ന 2ാമത്തെ ആനുകൂല്യമില്ല. സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ് പ്രസവം നടക്കുന്നതിനാണ് ഞങ്ങൾക്ക് തരുന്ന 300 രൂപ. അത് ഗ്രാമമെന്നുണ്ട്, പട്ടണമെന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ ആശമാർക്കും 13,000 രൂപ കിട്ടുന്നത്? ആ കണക്ക് വ്യക്തമായിട്ട് മന്ത്രി ഒന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക്. തീർച്ചയായും അത് തന്നെയാണ്. വിവിധ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഓണറേറിയം തുക ലഭ്യമാക്കുന്നത്. ഇത് തന്നെ വിവിധ ഘട്ടങ്ങളിലായി ലഭിക്കുന്നതാണ്. ആ കണക്ക് പ്രകാരമാണെങ്കിൽ 13,000 രൂപ നൽകുന്നു എന്ന സർക്കാരിന്റെ വാദം തെറ്റാണ് എന്നാണ് സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു വാദം ഉണ്ടായിരുന്നു, സമരത്തെ കെട്ടിച്ചമച്ചതാണ്, ഉന്തിത്തള്ളി കൊണ്ടുവന്നിട്ടുള്ള സമരമാണ് എന്നുള്ളത്. ഒരിക്കലുമില്ല. ഞങ്ങളുടെ സ്വമനസാലെ വന്നതാണ്. ആരും ഞങ്ങളുടെ ഉന്തിത്തള്ളി കൊണ്ടുവന്നതല്ല. ഞങ്ങളുടെ സ്വമേധയാ വന്നതാണ്. ഞങ്ങൾക്ക് 3 മാസമായി ഓണറേറിയം കിട്ടി. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല.